Welcome back to another episode of Leap by IAS Factor. First question, ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയെ കുറിച്ചാണ് ഫസ്റ്റ് ചോദ്യം. ഇവരിൽ എത്ര പേർ റൈറ്റ് നോ മെമ്പേഴ്സ് ആണെന്നാണ് ആദ്യത്തെ ചോദ്യം. എപ്പോഴും ന്യൂസ് പേപ്പറിൽ വരുന്ന കാര്യങ്ങൾ ചോദ്യമായി വരും എന്ന് നമുക്കറിയാം. അതേപോലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കണ്ടന്റുകളും റീസെന്റ് ട്രെൻഡ് കഴിഞ്ഞ കുറേ കാലത്ത്, അതായത് കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു ലീഡ്, സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ചില കാര്യങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസിലേക്ക് എത്തുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ നോക്കിയാലും ഇത് ഒരു 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 ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് NPT എന്ന് പറയുന്നത്. ബിക്കോസ് റീസെൻ്റ്ലി ഒരു സീരീസിനകത്ത് ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പാകിസ്ഥാൻ ന്യൂക്ലിയർ ബോംബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴിയും ഇതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറിയിരിക്കുക. അപ്പം നമ്മുടെ ചോദ്യം എത്ര പേര് ഇപ്പോൾ NPT സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒബ്വിയസ്ലി നമുക്കറിയാം എന്താണ്, ഇന്ത്യയും പാകിസ്ഥാനും അതിൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. NPT നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി നമ്മൾ സൈൻ ചെയ്തിട്ടില്ല, അതറിയാമല്ലോ. ഇനിയും നോർത്ത് കൊറിയയും നമ്മൾക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. കാരണം അവിടെയുള്ള അവരുടെ സുപ്രീം ലീഡർ എന്ന് വിളിക്കുന്ന വ്യക്തി കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ നമ്മൾ പത്രത്തിൽ കൂടെ കാണുന്നതാണ്. മനസ്സിലായി? അപ്പോൾ ഇത് 3 എലിമിനേറ്റ് ചെയ്താൽ സ്റ്റിൽ 3 ബാക്കി കിടക്കുക. അപ്പോൾ ഒരു വെറ്ററൻ ആസ്പിറന്റിനെ സംബന്ധിച്ച് അയാൾ വീണ്ടും എലിമിനേറ്റ് ചെയ്യും. സൗത്ത് സുഡാൻ എലിമിനേറ്റ് ചെയ്യും. വെറ്ററൻ ആസ്പിറൻ്റാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ പഠിക്കുന്നുണ്ട് ഇന്ത്യ, പാകിസ്ഥാൻ, സൗത്ത് സുഡാൻ ആൻഡ് നോർത്ത് കൊറിയ ആർ നോട്ട് പാർട്ട് ഓഫ് NPT എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാലും പിന്നെയും ബാക്കി കിടക്കുകയല്ലേ. സോ ഇത് കൂടെ പഠിച്ചു വെക്കുക. ഇസ്രയേലും ഇതിനകത്തില്ല. ആകെ ഇത് സൈൻ ചെയ്തിരിക്കുന്ന നിലവിൽ ഉള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇറാനാണ്. നോർത്ത് കൊറിയ ഈ ട്രീറ്റിയിൽ നിന്നും 2003 പിന്മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. സോ റൈറ്റ് നൗ ഈ ലിസ്റ്റിൽ നമുക്ക് ഇറാൻ എന്ന് പറയുന്ന only one എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുള്ളൂ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് പേയേഴ്സ്. കുറച്ച് പേയേഴ്സ് തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് ചോദ്യം. ഇതിൽ ഏതൊക്കെ പേർ റൈറ്റ് ആണ്, കറക്റ്റ്ലി മാച്ച്ഡ് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ്, ഷൈൻ ഇൻട്രൊഡ്യൂസ് സ്കൂൾ സ്റ്റുഡൻസ് ടു ഹെൽത്ത് ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച്. അറിയത്തില്ല. ഇൻസ്പയർ, അത് കേട്ടിട്ടുണ്ട്. കുറച്ചെങ്കിലും പത്രം വായിക്കുകയോ അല്ലെങ്കിൽ ന്യൂസൊക്കെ കാണുന്ന ആളിനെ സംബന്ധിച്ച് ഇൻസ്പയർ അവാർഡ് എന്നോ ഇൻസ്പയർ സ്കോളർഷിപ്പ് എന്നോ ഒക്കെ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ നമുക്ക് നോക്കാം. പ്രൊമോട്ട് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് അമംഗ് യങ് ടാലന്റ് ഇൻ സയൻസ്. ഒരു 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 കേട്ട പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനെ ട്രൂ ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യുന്നു. സ്വയം എന്തായാലും ഒരു നോർമൽ ആസ്പിരന്റ് കേട്ടിട്ടുള്ള കാര്യമാണ്. പ്രൊവൈഡ് ഫ്രീ ഓൺലൈൻ കോഴ്സസ് ഫ്രം സ്കൂൾ ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ. അറിയാം, സ്വയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫ്രീ റിസോഴ്സസ്, ഫ്രീ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള, കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. മനസ്സിലായി? സ്വയം പ്രഭ എന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു നോർമൽ ആസ്പിരന്റ് കേട്ടിട്ടുണ്ടാവണം, കേട്ടിരിക്കണം. ലാസ്റ്റ് വൺ, വിദ്യാമൃത് സ്ട്രെങ്തൻ ഇന്ത്യാസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ AI ബേസ്ഡ് ലേണിംഗ് ഇൻ സ്കൂൾ. അപ്പോൾ 1ഉം 4ഉം നമുക്കറിയത്തില്ല, 2ഉം 3ഉം നമുക്ക് റൈറ്റ് ആണെന്നും അറിയാം. നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ 1, 2, 3 ആവാം, അല്ലെങ്കിൽ 1, 2, 3, 4 ആവാം അല്ലേ. A or D ആയിരിക്കണം ആൻസർ. അറിയത്തില്ലെങ്കിൽ പഠിച്ചോ കുഞ്ഞുങ്ങളെ. D അല്ലെങ്കിൽ ഫോർത്ത് വൺ, വിദ്യാമൃത എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. വിദ്യാമൃത എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ബ്രെയിൻസിലൊക്കെ എഴുതി വെക്കാൻ പറ്റുന്നത്, അതായത് ഡിഫറെൻറ്റ് പേപ്പേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് വിദ്യാമൃത് എന്ന് പറയുന്ന പോർട്ടല്. സോ ബേസിക്കലി വിദ്യാമൃത് എന്താ ചെയ്യുന്നത്, കുട്ടികളിൽ മൈക്രോ ഇംപ്രൂവ്മെൻറ്റിൽ കൂടെ അവരിലേക്ക് ഒരു ഹോളിസ്റ്റിക് ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. അതായത് കുട്ടിയോട് ഇവിടെ നിന്നും ഇവിടേക്ക് ഇമ്പ്രൂവ് ആവണം എന്ന് പറയുമ്പോൾ അവൻ ഒറ്റയടിക്ക് ചാടി വരാനൊക്കത്തില്ല. അതിനെന്തെടുക്കണം, അവന് മൈക്രോ ലെവലിൽ ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരണം. മനസ്സിലായി? ഓരോരോരോ പടവുകൾ കയറി 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 അവൻ അടുത്തതിലെത്തണം. അപ്പോൾ അവൻ ആദ്യം ഒരു ടാസ്ക് കൊടുക്കും, അതിൽ അവൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അവന് രണ്ടാമത്തെ ടാസ്ക് കൊടുത്ത് അതിലേക്ക് ഇമ്പ്രൂവ് ആക്കും. അത് കഴിഞ്ഞ് അവിടെ പാസ്സായി കഴിയുമ്പോൾ 3ലേക്ക് വരും, 4ലേക്ക് വരും, അങ്ങനെ 5ലേക്ക്. അതായത് നമുക്ക് മുഴുവനായിട്ടൊരു കുട്ടിയിലേക്ക് കൊണ്ടുവരേണ്ട ഇമ്പ്രൂവ്മെൻറ്റിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതാണ് മൈക്രോ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ മൈക്രോ ഇമ്പ്രൂവ്മെൻറ്റിൽ കൂടി ഒരു ഹോളിസ്റ്റിക് ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടിയുടെ പഠനത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് വിദ്യാ അമൃത് എന്ന് പറയുന്ന പരിപാടിയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷൈൻ എന്താണെന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നില്ലേ. ഷൈൻ സ്റ്റാൻഡ്സ് ഫോർ സയൻസ് ആൻഡ് ഹെൽത്ത് ഇന്നോവേഷൻ ഫോർ നെക്സ്റ്റ് ജെൻ എക്സ്പ്ലോറേഴ്സ്.
സയൻസ് ആൻഡ് ഹെൽത്ത് ഇന്നൊവേഷൻ ഫോർ നെക്സ്റ്റ് ജെൻ എക്സ്പ്ലോറേഴ്സ് എന്നാണ് ഷൈനിൻ്റെ ഫുൾ ഫോം. ഇത് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് ഹെൽത്ത് ആൻഡ് ബയോമെഡിക്കൽ റിസർച്ചിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ബേസിക്കലി ഫ്രം ക്ലാസ് 9 ടു ക്ലാസ് 12 കുട്ടികൾക്ക് സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഷൈൻ എന്ന് പറയുന്ന പദ്ധതിയിൽ കൂടെ ICMR ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ദാറ്റ് മീൻസ് 1, 2 and 3 are right. Moving on to the next question. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനെ കുറിച്ചുള്ള ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ടുള്ളത്? നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, പേരിൽ തന്നെ പറയും LLP. നോർമൽ ഒരു പാർട്ട്ണർഷിപ്പ് എന്നല്ല പറയുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേംസ് നമുക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. എന്തൊക്കെയാണ്? ഒന്ന് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതായത് ഒരു വ്യക്തി മാത്രമായിട്ട് നടത്തുന്ന പരിപാടി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. അതുപോലെ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. സോ കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം ഇങ്ങനെ വിവിധ തരത്തിൽ എന്താണ് നമുക്ക് ഒരു ഫേം രജിസ്റ്റർ ചെയ്യാം. അതിനകത്തൊരെണ്ണമാണ് LLP എന്ന് പറയുന്നത്. പേരിൽ തന്നെ കിടപ്പുണ്ട് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ആർക്ക് ലിമിറ്റഡ്? എങ്ങനെ ലിമിറ്റഡ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3 പേര് ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തതെന്ന് കരുതുക. ABC. എക്ക് 25% ആണ് അതിന്റെ ഓണർഷിപ്പ് ഉള്ളത്. ഇദ്ദേഹത്തിന് ഒരു 40% ഉണ്ട്. ഇദ്ദേഹത്തിന് ഒരു 35% ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഈ പാർട്ട്ണർഷിപ്പിൽ ഇപ്പൊ ഈ പാർട്ട്ണർഷിപ്പ് ഫേം ABC എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പ് ഫേം ഒരു ലോൺ എടുത്തു എന്ന് കരുതുക. ലോൺ ഡീഫോൾട്ടായി, തിരിച്ചടവ് വന്നു കഴിഞ്ഞാൽ എന്താണ്? മൊത്തവും കൂടെ ഒരാളുടെ മുകളിലേക്ക് വരില്ല ബാധ്യത. മനസ്സിലായോ? മൊത്തം ബാധ്യതയും കൂടെ ഒരാളിലേക്ക് വരില്ല. ഫോർ എക്സാമ്പിൾ ABC പാർട്ട്ണർഷിപ്പ് ഫേം ഒരു ഇതെടുത്തു, ലോൺ എടുത്തു, തിരിച്ചടച്ചില്ല. ബിയും സിയും നാട്ടിൽ നിന്ന് മുങ്ങിയെന്ന് കരുതുക. മാത്രം നാട്ടിൽ നിൽക്കുന്നു. അപ്പോൾ എയുടെ മുകളിലേക്കല്ല ബാധ്യതകളെല്ലാം കൂടെ വരിക. എയുടെ മുകളിലേക്ക് വരുന്ന ബാധ്യത ആകെ ഈ 25%ന്റെ ബാധ്യതയേ ഉള്ളൂ. സോ അയാളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് ലിമിറ്റ് ചെയ്തിരിക്കുന്നതിനാലാണ് ഇതിനെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെന്റ്സ്. നോക്കൂ. ദേ ഹാവ് ഡിസ്റ്റിങ്ക്ട് ലീഗൽ ഐഡന്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദെയർ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ലീഗൽ ഐഡന്റിറ്റി LLPകൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു LLP തുടങ്ങിയ ഇപ്പൊ നമ്മുടെ ABC എന്ന് പറയുന്ന 3 വ്യക്തികൾ ചേർന്ന് തുടങ്ങിയ LLPക്ക്, ABC LLP എന്ന് പറയുന്ന LLPക്ക് അതിനൊരു സ്വതന്ത്രമായിട്ടുള്ള, എന്നാൽ ഇവരിൽ നിന്നൊക്കെ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ലീഗൽ ഐഡന്റിറ്റി ഉണ്ട്. അതിനെ ഒരു സെപ്പറേറ്റ് ഒരു എന്താ പറയുക, ഇപ്പം എയും ബിയും സിയും 3 വ്യക്തികളായിട്ടാണല്ലോ ലീഗലി നമ്മളെ കാണുന്നത്. എ ഒരു വ്യക്തിയാണ്, ബി ഒരു വ്യക്തിയാണ്, സി ഒരു വ്യക്തിയാണ്. അതേപോലെ മറ്റൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെയും കാണുന്നത്. അതായത് എ എന്ന് പറയുന്ന വ്യക്തിക്കും ബി എന്ന് പറയുന്ന വ്യക്തിക്കും സി എന്ന് പറയുന്ന വ്യക്തിക്കും അവരുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ അസറ്റ്സ് ഒക്കെ ഉണ്ടാവും. വസ്തുവകകളുണ്ടാവും, ബിൽഡിങ്സ് ഉണ്ടാവും, വണ്ടികളുണ്ടാവും അല്ലേ. അതേപോലൊക്കെ തന്നെ ഈ LLP എന്ന് പറയുന്ന ഫേമിനും സ്വന്തമായിട്ട് വസ്തു ആവാം, സ്വന്തമായിട്ട് വണ്ടികളാവാം, സ്വന്തമായിട്ട് ബിൽഡിങ്സ് ആവാം. കാരണം എന്താ? അപ്പൊ ആ LLPയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനൊക്കെ നമുക്ക്. എന്തുകൊണ്ടാണ് LLPയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനൊക്കുന്നത്? LLP ഒരു സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്ട് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട്. സോ ദാറ്റ് മേക്സ് ഓപ്ഷൻ എ ട്രൂ. ബി നോക്കൂ. ദി പാർട്ട്നേഴ്സ് ഫിനാൻഷ്യൽ റിസ്ക് ഇസ് ലിമിറ്റഡ് ടു ദെയർ അഗ്രീഡ് അപ്പോൺ കോൺട്രിബ്യൂഷൻ ടു ദി ബിസിനസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പാർട്ട്ണറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അത്രയും മാത്രമേ അയാളുടെ മേളിലേക്ക് ഫിനാൻഷ്യൽ ലയബിലിറ്റി വരുന്നുള്ളൂ. സി നോക്കൂ. ക്രെഡിറ്റേഴ്സ് ക്യാൻ സീസ് എ പാർട്ട്നേഴ്സ് പേഴ്സണൽ അസറ്റ്സ് ഇഫ് LLP ഡീഫോൾട്ട്. അത് തെറ്റാണ്. എന്തുകൊണ്ട്? ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ഒരു പാർട്ട്ണറിന്റെ പേഴ്സണൽ അസറ്റ് സീസ് ചെയ്യാനൊന്നും പറ്റില്ല, അതായത് ജപ്തി ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അയാളുടെ അതിലേക്കുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. എത്രമാത്രം? ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ഹിസ് കോൺട്രിബ്യൂഷൻസ്. സോ ദാറ്റ് മീൻസ് C is wrong and D is also true, because ഈ ടൈപ്പ് ഓഫ് LLPs സാധാരണയായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഫോം ചെയ്യുന്നത് കൂടുതൽ ഈ പ്രൊഫഷണൽ സർവീസസ് ലൈക്ക് ലോ, അക്കൗണ്ടിങ് അങ്ങനത്തെ ഫേംസിലാണ് കൂടുതലായിട്ടും LLPs നമ്മുടെ നാട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. സോ LLP എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പാർട്ട്ണർഷിപ്പിൻ്റെയും
ഒരു കമ്പനിയുടെയും ഫീച്ചേഴ്സ് മിക്സ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫേമാണ് എന്ത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. അതായത് കോറായിട്ട് നമ്മൾ നോർമൽ പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുമല്ലോ, അതിനകത്ത് പാർട്ണർഷിപ്പിന്റെ സ്വഭാവവും ഉണ്ടാവും, എന്താണ് ഒരു കമ്പനിയുടെ സ്വഭാവങ്ങളും ഉണ്ടാവുന്ന രീതിയിലാണ് എന്ത് LLPs ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഈ ടൈപ്പിൽ എന്ത് ടേംസ് നിങ്ങൾ കണ്ടാലും അതിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. എന്താണത്, എവിടെയൊക്കെ യൂസ് ചെയ്യാം, അല്ലാതെ അതിന്റെ കോറായിട്ടുള്ള ടെക്നോളജി സൈഡിലോട്ട് പോയി നോക്കണം എന്നല്ല പറയുന്നത്. എന്താണതെന്നൊരു മനുഷ്യൻ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ മെറ്റാവേഴ്സ്, ബ്ലോക്ക് ചെയിൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡീപ് ഫേക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്താണതെന്നൊരു സാധാരണ മനുഷ്യൻ അറിഞ്ഞിരിക്കണം. അതറിയണം നമ്മൾ. എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾക്കുള്ള ഒരു സാമ്പിളാ. ഈ ടൈപ്പിൽ എന്ത് ടേംസ് സയൻസ് ആൻഡ് ടെക്നോളജി നിങ്ങൾ ന്യൂസിൽ കണ്ടാലും അത് പഠിക്കണം എന്നതിന്റെ സാമ്പിളാണിത്. നോക്കൂ, മാച്ച് ദി ഫോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റാവേഴ്സ്, ബ്ലോക്ക് ചെയിൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡീപ് ഫേക്ക്. ഇനി ലിസ്റ്റ് 2 നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നോക്കൂ, ഡീസെൻട്രലൈസ്ഡ് ടാമ്പർ റെസിസ്റ്റന്റ് ലെഡ്ജർ യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. ഒരു നോർമൽ ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എവിടേക്ക് അടിക്കും? ബ്ലോക്ക് ചെയിൻ അടിച്ചിരിക്കും. സോ B1 വരുന്ന ഓപ്ഷൻ ആവുമ്പോൾ ഒന്നുകിൽ A ആവാം അല്ലെങ്കിൽ C ആവാം. ഇനി നോക്കൂ, ഡീപ് ഫേക്ക് നോക്കിയേ. ഫോർത്ത്, AI ജനറേറ്റഡ് സിന്തറ്റിക് മീഡിയ ദാറ്റ് ക്യാൻ ഇംപേഴ്സണേറ്റ് റിയൽ പീപ്പിൾ. ഡീപ് ഫേക്ക്. സോ പെട്ടെന്ന് കിട്ടുന്നതാണ് ഞാൻ നോക്കി പറയുന്നത്, മനസ്സിലായില്ലേ? D4 വരുന്ന ഏതാണ്? ഓപ്ഷൻ A. അപ്പം ബ്ലോക്ക് ചെയിനും ഡീപ് ഫേക്കും രണ്ടെണ്ണത്തിൽ കൂടെ തന്നെ നമ്മൾ ക്രാക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കാം മെറ്റാവേഴ്സിന്റെ കറക്റ്റ് ഡെഫിനിഷൻ ദാ ഇവിടെ കിടക്കുന്നു. ഇമ്മേഴ്സീവ് 3D വെർച്വൽ എന്റർടൈൻമെന്റ് ഓർ എൻവയൺമെന്റ് എനേബിളിംഗ് റിയൽ ടൈം ഇന്ററാക്ഷൻ, അല്ലേ? മെറ്റാവേഴ്സ് നമ്മൾ കേട്ടിട്ടുള്ളതാ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്? ഓൺ ഡിമാൻഡ് ഡെലിവറി ഓഫ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ഓവർ ദി ഇന്റർനെറ്റ്. അപ്പം ഇതൊരു സാമ്പിളാണ്. ഈ ടൈപ്പിൽ എന്ത് ടേംസ് പുതിയതായിട്ട് കണ്ടാലും അത് ശ്രദ്ധിക്കണം. നോക്കൂ, ഇപ്പോൾ ഹോട്ടായിട്ട് നിൽക്കുന്ന ടോപ്പിക്കാണ് റിമൂവൽ ഓഫ് എ ഹൈക്കോർട്ട് ജഡ്ജ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ്സേ ഉള്ളൂ. ഏതാണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. എ മോഷൻ ഫോർ റിമൂവൽ ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഇൻ ഐദർ ഹൗസ് ഓഫ് ദി പാർലമെന്റ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 50 മെമ്പേഴ്സ് ഇൻ ലോക്സഭ ആൻഡ് 100 മെമ്പേഴ്സ് ഇൻ രാജ്യസഭ. ഒന്നാമത് ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് പാർട്ട് എത്തുമ്പോൾ തന്നെ നമുക്കറിയാം എന്നാൽ ലോക്സഭയിലാണ് മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതൽ, രാജ്യസഭയിൽ മെമ്പേഴ്സിന്റെ എണ്ണം കുറവാണ് എന്നുള്ളത് നമുക്കറിയാം ഒരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സ്വാഭാവികമായിട്ടും മോഷൻ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്പ് വേണ്ടത് എവിടെ നിന്നായിരിക്കും? ലോകസഭയിൽ നിന്നായിരിക്കുമല്ലോ. ഇവിടെ നേരെ തിരിച്ചല്ലേ കൊടുത്തേക്കുന്നത്. ഇവിടെ എന്താണ് 50 ഫ്രം ലോക്സഭ എന്ന് പറയുന്നത് തെറ്റാണ്. 100 ഫ്രം ലോകസഭയും 50 ഫ്രം രാജ്യസഭയുമായിരിക്കണം. അങ്ങനെ തന്നെ ലോജിക്കലി തന്നെ അതല്ലേ. രാജ്യസഭയിൽ ആകെ 250 പേരുള്ളൂ, മറ്റേടത്ത് അങ്ങനല്ല, 552 ഉണ്ട്. അപ്പം കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ലോക്സഭയിൽ കൂടുതൽ പേരുടെ സപ്പോർട്ട് വേണം. മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാ ഞാൻ പറഞ്ഞ, മോഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് മിനിമം ലോക്സഭയിൽ 100 പേരെങ്കിലും സപ്പോർട്ട് ചെയ്തിരിക്കണം, രാജ്യസഭയിൽ 50 മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്തിരിക്കണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ നോക്കൂ. എ മോഷൻ ഫോർ റിമൂവൽ മസ്റ്റ് ബി പാസ്ഡ് ബൈ ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെന്റ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി വിച്ച് മീൻസ് മെജോറിറ്റി ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ആൻഡ് 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. സ്വാഭാവികം. എന്താണ് ഇത് പാസ്സാവണം എന്നുണ്ടെങ്കിൽ 2 സഭകളും സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി തന്നെ എന്ത് പാസ്സാക്കണം? ആ മോഷൻ പാസ്സാക്കിയേ പറ്റത്തുള്ളൂ. So that means 2 only is the right answer.